ബിജിന്റെ നായികയുടെയും കഥയാണ്. ഞാൻ ഇന്നലെ ഒരു പ്രമോഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ പുറത്തു പോകാൻ വേണ്ടി വൈകിയായിരുന്നു വന്നത്. അപ്പൊ ഇതിൽ ഞാൻ വൈകി വന്നതിന് ശേഷം ഭയങ്കര ടയേർഡൊക്കെ ആയിട്ടാ വന്നേ. ഫ്രഷ് ഒക്കെ ചെയ്തിട്ടായിരുന്നു വന്നേ. അപ്പം അപ്പൊ ഉറങ്ങിയിട്ട് രാവിലെ വെളുപ്പിന് എണീക്കണേന്ന്. നാളെ സ്കൂളിൽ പോകണം. പിന്നെ കുറെ ഹോംവർക്ക് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബിസി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ നല്ല ഫ്രീ ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇടാന്ന്. ഇപ്പൊ എനിക്ക് ജോലിയും കൂലി ഇല്ലാതെ ഇരിക്കുവാണല്ലോ, അപ്പൊ ഇപ്പൊ ഇടാന്ന് വെച്ചു. അപ്പൊ നമ്മൾ ബിജിന്റെ സ്നേഹം തുടങ്ങാം. ഒരു ആഴത്തിന്റെ ഓടിയും ഒരു പുഴയുടെ ഓടും. ഇതാ നമ്മുടെ വരുന്നു നായകൻ. ആര്? ബിജി. അതിൽ നല്ല സുന്ദരി പെണ്ണായി ബിജിന്റെ കൺമുമ്പിലെത്തി ഒരു മാലാഖ കുട്ടി. ആര്? നമ്മുടെ സേറ. അങ്ങനെ സേറയും ബിജി പാല് വാങ്ങിക്കാൻ പോവായിരുന്നു. സേറ കടയിൽ പോയായിരുന്നു. പരസ്പരം അവർ കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവരൊരുമിച്ച് അപ്പയില്ലേ അവരൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം പെട്ടെന്നൊരു മഴ വന്നതിന് ശേഷം ബിജിന്റെ കൈ കൂടെ ഉണ്ട്, സേറയുടെ കൈ കൂടെ ഇല്ല. അപ്പം സേറ എടുത്ത് നീ എന്തോ ചെയ്യും, എൻ്റെ ഫ്രണ്ട് പോയല്ലോ, നീ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ ബിജിം വന്ന് പറയുവാണ് എൻ്റെ കുടയിൽ കയറിക്കുമെന്ന്. അങ്ങനെ കൊടയിൽ കയറി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ബസ്സിൽ പോയായിരുന്നു. ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരു അത്ഭുതം പെട്ടു. എന്താ? ബിജിന് സീറ്റ് കിട്ടി, സേറയ്ക്ക് സീറ്റ് കിട്ടില്ല. വൈ? പറയട്ടെ, നിക്ക് ഞാൻ പറയാം. അതെന്താന്നറിയാവോ? ബിജിം പറഞ്ഞു എന്റെ സൈഡിലോട്ട് ഇടുന്നോ. എന്നിട്ടില്ല ബിജിം പറഞ്ഞു തന്റെ ഫോൺ നമ്പർ തരുമോന്ന്. അത് വേറെ കണ്ണാടി ഒന്നുമല്ല. അപ്പൊ ബിജിം പറഞ്ഞു എനിക്ക് തന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോന്ന്. അപ്പൊ സാറ് പറഞ്ഞു തരാന്ന്. അപ്പൊ ബിജിം വീട്ടിലോട്ട് ചെന്നപ്പോ ഞാൻ ആലോചിച്ചു നമ്മുടെ സേറേനൊന്ന് പ്രപ്പോസ് ചെയ്താലോ എന്ന്. അവന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എടാ നമ്മുടെ സേറേനെ ഞാൻ അങ്ങ് പ്രപ്പോസ് ചെയ്താലോ എന്ന് പറഞ്ഞു അവൻ ബിജി. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സിന് മുമ്പിൽ വെച്ച് എടി ഞാൻ നമ്മുടെ ബിജിന് പ്രപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. അപ്പം അവളും സെയിം ആണ്. അപ്പൊ ഇല്ല ബിജിന് സേറ ഐഫോൺ വാങ്ങി, ബിജിൻ റോസപ്പൂ ഐഫോണും വാങ്ങി. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ബിജിൻ അതിൻ്റെ കൂടെ ഒരു റിങ്ങും വാങ്ങിച്ചു. അപ്പം ബിജിൻ പറഞ്ഞു ഐ ലവ് യു എന്ന്. അപ്പം ബി ടു എന്ന് പറഞ്ഞു. സേറയുടെ ഗിഫ്റ്റ് അങ്ങ് ബിജിന് കൊടുത്തു. ബിജിൻ സേറയുടെ ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു. അപ്പൊ കൊടുത്തതിന് ശേഷം ബിജിൻ പറയുന്നു കണ്ണടയ്ക്കോ താനെന്ന്. യു മാരേജ് മീ എന്ന് പറഞ്ഞു. ആരും നമ്മുടെ ബിജിന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവരുടെ വീട്ടുകാരെല്ലാം അറിഞ്ഞു. വീട്ടുകാരെ അറിഞ്ഞതിന് ശേഷം ചായ അങ്ങനെ അപ്പൊ അവരുടെ വീട്ടുകാരെ അറിഞ്ഞിട്ട് സേറയ്ക്ക് കുറെ വഴക്ക് കിട്ടി, അടിയും കിട്ടി. ബിജിനാണെങ്കിൽ അടിയും കിട്ടി വഴക്കും കിട്ടി. രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടിയല്ലേ. കിട്ടിയതിന് ശേഷം അവരുടെ പെണ്ണിന്റെ വീട്ടുകാരൻ്റെയും പെണ്ണും വീട്ടുകാരുടെ ചെക്കൻ്റെ വീട്ടുകാർ പറയാ നീ ഇവര് ഒമ്മിച്ചേ നിക്കത്തുള്ളൂ, ഇവര് പിരിയത്തൊന്നുമില്ലെന്ന്. എന്നിട്ട് ഇല്ലേ രണ്ടുപേരും ഉറപ്പിച്ചു. കല്യാണം മാരേജൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു ദിവസം ഡേറ്റിങ്ങിന് പോയതിനു ശേഷം ബിജിന്റെ കണ്ണിലോട്ട് സേറ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. സേറ ബിജിന്റെ കണ്ണിലോട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവര് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ എന്താ പറ്റിയേ?
എന്താ പറ്റിയല്ലേ? പറയാം. പറയാല്ലേ. ഓക്കെ. അപ്പൊ അവര് ഡേറ്റിങ്ങിനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം ബിജിൻ ഒരു 2 മക്കളായി അവർക്ക്. പെണ്ണ് ആൺകുട്ടി ഇല്ലായിരുന്നു, 2 പെണ്ണുങ്ങളായി. ഒന്ന് നിവ്യ, മറ്റേത് ഗായത്രി. അപ്പൊ 2 പേരും ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പം ബിജിന്റെ ഭാര്യക്ക് എന്താ വാങ്ങിച്ചു കൊടുത്ത? ഒരു മുല്ലപ്പൂവ്. സാറ് ബിജിന് എന്താ വാങ്ങിച്ചു കൊടുത്തേ? പറയട്ടെ? പറയാം. സാറ ബിജിന് വാങ്ങിച്ചു കൊടുത്തത് ഒരു അടിപൊളി കിച്ചണല്ല, ഒരിതാ എന്തെങ്കിലും ഇപ്പൊ പറയുക, ഇത് ഇങ്ങനെ കയ്യിലിടുന്ന ഒരു സാധനം. ആ സാധനമാണ് വാങ്ങിച്ചു കൊടുത്തത്. ചെയിന വാങ്ങിച്ചു കൊടുത്തത്. ചെയിൻ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അവര് കുറെ സംസാരിച്ചുകൊണ്ടിരുന്നു.